ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ബേക്കറി സ്റ്റൈൽ കുക്കീസ് ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ചോക്കോ ചിപ്സ് വെച്ചിട്ട് നമ്മളൊരു കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോക്കോ ചിപ്സ് തന്നെ വെച്ചിട്ട് വേറൊരു ടൈപ്പ് കുക്കീസും കൂടെ ചേച്ചി പഠിപ്പിച്ച് തരുന്നുണ്ട് എന്ന്. ആ കുക്കീസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുക്കീസാണ്. ഞങ്ങളിവിടെ 200 രൂപയ്ക്കാണ് ഈ കുക്കീസ് കിലോയ്ക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അവിടെയൊക്കെ എത്രയാണ് വില എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട്. ചേച്ചിയുടെ ബേക്കിംഗ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് കുക്കീസുകൾ ചേച്ചി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കുക്കീസും കൂടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തോ കേട്ടോ. ഇനി ആർക്കെങ്കിലും നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിലേക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത ബാച്ച് ഈ മാസം 20-ാം തീയതിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതാണ്. വളരെ തുച്ഛമായ ഒരു ഫീസിൽ ധാരാളം ബേക്കറി ഐറ്റംസ് പഠിപ്പിക്കുന്ന നല്ലൊരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ക്ലാസ് പ്രയോജനപ്പെടും. ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. അതിൽ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിലൊക്കെ ഞാൻ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കുക്കീസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് നല്ല ഈ കുക്കീസ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇത് എടുത്തിട്ടുള്ളത് 100 ഗ്രാം മൈദയാണ്. 100 ഗ്രാം മൈദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/4 കപ്പ് മൈദയാണ് ഉണ്ടാവുക കേട്ടോ. 250 ml കപ്പാണ്. പിന്നെ ഷുഗർ പൗഡർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് പഞ്ചസാര തൂക്കേണ്ടത്. ആ പൊടിയാണ് തൂക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മളിത് 50 ഗ്രാമാണ് ഈ ഷുഗർ പൗഡർ എടുത്തിട്ടുള്ളത്. 1/4 കപ്പാണ് ഉണ്ടാവുന്നത്. പിന്നെ ബട്ടറാണ്. ബട്ടർ നമ്മൾ 60 ഗ്രാം എടുക്കുക കേട്ടോ. 50 ഗ്രാം പഞ്ചസാരപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ 60 ഗ്രാം ബട്ടർ എടുക്കണം. കുറച്ച് നന്നായിട്ട് തേച്ച് പെട്ടെന്ന് തേച്ച് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ, 60 ഗ്രാം തന്നെ എടുത്താൽ മതി. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് എടുക്കാം. കുറച്ചായാലും കുഴപ്പമില്ല, കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ്. പിന്നെ എസൻസ് നിങ്ങൾക്ക് ഏത് വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പം കുറച്ച് ഐസ്ക്രീം എസൻസ് ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് കുഴയ്ക്കുന്ന പാത്രം എടുക്കാം. ഈ പാത്രം എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടോ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞില്ലേ. ആ സമയത്ത് എനിക്ക് എല്ലാം കൂടി ഇട്ടിട്ട് കുഴയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പോയിട്ട് വാങ്ങിക്കൊണ്ട് തന്ന പാത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്രമാണ് കേട്ടോ. നല്ല ഉറപ്പുണ്ട് ഇതിന്. 400 രൂപയായിരുന്നു അന്ന് ഇതിന് വില കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ഇട്ടിട്ട് തന്നെ കുഴയ്ക്കാം കേട്ടോ. നമ്മുടെ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാര പൗഡർ, പിന്നെ ബട്ടറും കൂടെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഒന്നെങ്കിൽ മൈദയും ബട്ടറും മാത്രമായിട്ടും അല്ലെങ്കിൽ പഞ്ചസാരയും ബട്ടറും മാത്രമായിട്ടായിരുന്നു നിങ്ങൾക്ക് കുഴച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, ഒരു 100 ഗ്രാം ഒക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് കുഴയ്ക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എസൻസും കൂടെ ഒഴിക്കുക കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത്തിരി ആകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക്. നന്നായിട്ട് കുഴയണം കേട്ടോ. ഞാൻ എല്ലാ കുക്കീസിനും പറയുന്നത് പോലെ തന്നെ നന്നായിട്ട് കുഴയണം. നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ട് കുഴയ്ക്കാം കേട്ടോ. പക്ഷേ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വേഗം ആ പണിയൊക്കെ കഴിയുമല്ലോ. പിന്നെ ഈ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളും അതും ഇതൊക്കെ കഴുകാനൊന്നും നിൽക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഇതിങ്ങനെ സിമ്പിളായിട്ട് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ എല്ലാം നല്ല പേസ്റ്റ് പോലെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഈ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കണം. അതിൽ ഒരു പകുതി ഭാഗമൊക്കെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ബാക്കി നമുക്ക് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. 50 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും 50 ഗ്രാം വേണ്ടി വരില്ല നമുക്ക്. 50 ഗ്രാമോ ഒരു 30 ഗ്രാമൊക്കെ ഇടുമ്പോൾ തന്നെ ആവശ്യത്തിൽ ഇതിലായിക്കോളും. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം എല്ലാം കൂടി മിക്സാക്കി എടുത്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഉരുട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഉരുട്ടിയെടുക്കുക, നിങ്ങളുടെ ഷെയിനി പരത്തിയിട്ട് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. ഞാനിപ്പോൾ സാധാരണ ഇതേപോലെ ഒന്നിങ്ങനെ അങ്ങ് ഉരുട്ടിയെടുക്കുവാണ്. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോ ചോക്കോ ചിപ്സും ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടോ. ഇത് വേണ്ടോ,
അങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുക്കുക. ഒന്ന് അമർത്തിയിട്ട് വെച്ച് കൊടുക്കണം, എന്നാലാണ് നന്നായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഓവനിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങ് ഉരുണ്ട് ചാടി പോരും കേട്ടോ. എല്ലാം നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. എല്ലാം ഞാനിതാ ചോക്കോ ചിപ്സൊക്കെ വെച്ചിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരേ അകലത്തിൽ വെക്കണം കേട്ടോ. അടുപ്പിൽ ചെന്ന് ഓവനിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് വീർത്ത് വരും. അപ്പോൾ കുറച്ച് അതിന് സ്പേസ് വിട്ടിട്ട് എല്ലാം ഒരേ അകലത്തിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഓവന് ചൂട് കൊടുക്കേണ്ടത് 140 മുതൽ 150 ഡിഗ്രി വരെ കൊടുക്കുക കേട്ടോ. 150 ഡിഗ്രിയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റാണ് ബേക്ക് ചെയ്യേണ്ടത്. 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ആക്കണം കേട്ടോ, അത് മറന്നു പോവരുത്. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ചില ഓവൻ്റെ ചൂടൊക്കെ അനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസം വരും. അപ്പോൾ ചേച്ചി പറഞ്ഞത് 20 മിനിറ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങ് ഇറക്കരുത്. അപ്പം ബിസ്ക്കറ്റ് ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഈ തട്ടിലൊന്നും പറ്റി പിടിച്ചിരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ബിസ്ക്കറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇറക്കുക. അപ്പം നല്ല കുക്കീസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ വെറും 20 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കീസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കുക്കീസാണ് കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. ശരിക്കും നല്ല ഭംഗിയില്ലേ കാണാൻ, കഴിക്കാനും അതേപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.